നമസ്കാരം. ഇറാൻ ആദ്യ വെടി പൊട്ടിച്ചു. അമേരിക്ക കത്തുന്നു. അമേരിക്കയുടെ തീക്കളിക്ക് ഇറാന്റെ മിസൈൽ ആക്രമണമാണ് പ്രതിവിധി എന്ന് പറയുന്നത്. ഇറാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒന്ന് തൊട്ടു നോക്കുക, അപ്പോൾ അറിയാം യഥാർത്ഥ കരുത്ത് എന്തെന്ന്. അമേരിക്കയുടെ അത്തരത്തിലുള്ള മുറവിളികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ തീക്കളിക്ക് മുന്നറിയിപ്പുമായിട്ട് ഇറാൻ എത്തുന്നത് ഇങ്ങനെയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ വീണ്ടും വീണ്ടും സജീവമാകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവിൽ വീണ്ടും എത്തിയിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്നുള്ളത്. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ട് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും മേഖലയിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സുരക്ഷ എന്ന വാക്കാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും ഒരു പുതിയ കഥയല്ല. ഇവിടെ സുരക്ഷയുടെ പേരിൽ സൈനിക ശക്തി വിന്യസിച്ച് പശ്ചിമേഷ്യയിൽ സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കയുടെ പഴയ തന്ത്രങ്ങൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കങ്ങൾ മേഖലയെ സമാധാനത്തിലാക്കിയാണോ അതോ കൂടുതൽ ആശങ്കകളിലേക്കാണോ നയിക്കുന്നത് എന്നുള്ള ചോദ്യം അത് പ്രസക്തമാവുകയാണ്. ബാഹ്യശക്തികളുടെ ഇത്തരം ഇടപെടലുകൾ ആർക്കു വേണ്ടിയാണ് എന്നും അതിന്റെ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് ആരാണ് എന്നും ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സെൻട്രൽ കമാൻഡിന്റെ കീഴിൽ ആക്രമണശേഷിയുള്ള യുദ്ധവിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും മേഖലയിൽ അടുപ്പിക്കുന്നത് പ്രതിരോധം എന്ന പേരിലാണ് എങ്കിലും അത് യുദ്ധസന്നാഹം മുൻകൂട്ടി സജ്ജമാക്കുന്ന നടപടിയാണ് എന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. ഒരു പ്രദേശത്തെ സുരക്ഷിതമാക്കുന്നു എന്ന വാദത്തെക്കാൾ ആയുധ നിർമ്മാതാക്കൾക്കും സൈനിക വ്യവസായ സമുച്ചയത്തിനും സ്ഥിരമായിട്ടുള്ള വിപണി ഉറപ്പിക്കുക, അല്ലെങ്കിൽ വിപണി ഉറപ്പാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിന്യാസങ്ങൾ പലതും നമ്മൾ കാണേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അനുഭാവികൾ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ അനുഭവങ്ങൾ തന്നെ തെളിയിക്കുന്നത് F-15E പോലുള്ള ആക്രമണശേഷിയുള്ള യുദ്ധവിമാനങ്ങളും മാത്രമല്ല USS എബ്രഹാം ലിങ്കൺ പോലുള്ള വിമാനവാഹിനി കപ്പലുകളും വിന്യസിക്കുന്നത് നിരീക്ഷണം എന്ന പേരിലാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ആക്രമണശേഷി മുൻകൂട്ടി സജ്ജമാക്കുന്ന നടപടിയാണ് എന്നുള്ളതാണ്. ഇത്തരം നീക്കങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നു, അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇറാന് മാത്രമല്ല ഒരു മുഴുവൻ മേഖലയെ മുഴുവനുമായിട്ടും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് എന്നുള്ളത് ഒരു വിഭാഗം ആളുകളടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇറാനിലെ ബഹുജന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ കമാൻഡർ ജനറൽ മുഹമ്മദ് പക്തൂർ അമേരിക്കയ്ക്ക് ഒപ്പം തന്നെ ഇസ്രായേലിനുമൊക്കെ ശക്തമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി. ഖമേനിയെ ലക്ഷ്യമിട്ടോ ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾക്കോ നീങ്ങിയാൽ അതിന് കൂടുതൽ വേദനാജനകവും ഖേദകരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതേ സമയം തന്നെയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകുന്ന ഭരണകൂടം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പോലും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് ആവർത്തിക്കുന്നത്. സംഘർഷമല്ല, നയതന്ത്രമാണ് ഔദ്യോഗിക വഴി എന്നുള്ള സന്ദേശമാണ് വായിക്കപ്പെടുന്നത് എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദാവോസിൽ നടത്തിയ പ്രസംഗം, അതിൽ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നത് അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഇറാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സംസാരിക്കുമെന്ന വാക്കുകൾ നയതന്ത്രത്തിനൊരു ചെറിയ ഇടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൂചന നൽകുന്നു. ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ഏതൊരു ആക്രമണത്തിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കൽ എന്ന ഭീഷണി, അല്ലെങ്കിൽ ആ ഭാഷയിൽ ഭീഷണി മുഴക്കിയത് ആ സംഭാഷണത്തിന്റെ ആത്മാവിനെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുമ്പോഴും അത്തരത്തിലൊരു വാദഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് എന്നുള്ളതാണ്. രണ്ടാഴ്ചക്കിടെ ശക്തമായുള്ള അടിച്ചമർത്തലുകൾക്ക് ഇവിടെ രാജ്യം വഴിമാറുന്നു. രാജ്യവ്യാപക ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ മൂലം യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നത് തന്നെ പ്രയാസകരമായിരിക്കുന്നു. പ്രതിഷേധം പൗരന്മാരുടെ സ്വാഭാവിക അവകാശമാണ് എന്ന പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സമ്മതിച്ചുവെങ്കിലും അതിനെ അമേരിക്കയും ഇസ്രായേലും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് അമേരിക്കൻ നിലപാടിലെ ഇരട്ടത്താപ്പ് വ്യക്തമായി പുറത്തു വരുന്നത്. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇറാനെ മാത്രം ലക്ഷ്യമിടുന്ന അമേരിക്ക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പിന്തുണച്ച ഭരണകൂടങ്ങൾ അവർ നടത്തിയ ഗുരുതര ലംഘനങ്ങൾക്ക് അതിനു മുന്നിൽ മൗനം പാലിച്ച ചരിത്രം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും മറക്കാനാകില്ല. മനുഷ്യാവകാശങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നതാണ് ഈ സമീപനം എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് വളരെ ശക്തമായ നിലപാടാണ്, വളരെ സുതാര്യമായ നിലപാടാണ്. തങ്ങൾ ആക്രമണകാരികളല്ല, മറിച്ച്
നേരിട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ പ്രതികരിക്കൂ എന്ന് കൂടി ഇറാൻ പറയുന്നുണ്ട്. സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുവാനുള്ള സാവകാശം അല്ലെങ്കിൽ അതിന്റെ അവകാശം എന്ന് പറയപ്പെടുന്നത്, ആ അവകാശം എന്ന് പറയപ്പെടുന്നത് മാത്രമാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തീവ്ര സംഘടനയായി പ്രഖ്യാപിക്കുകയും യൂറോപ്പിലും സമാന നീക്കങ്ങൾ നടത്തപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനെ അന്താരാഷ്ട്രമായിട്ട് ഒറ്റപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ പലരും കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷ എന്ന വാക്ക് അല്ലെങ്കിൽ ആ വാദം ആവർത്തിച്ച് ഉയർത്തിക്കാട്ടുന്ന അമേരിക്കൻ നിലപാടിനെ ചരിത്രം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. പ്രതിരോധം എന്ന പേരിൽ നടത്തിയ സൈനിക ഇടപെടലുകൾ പശ്ചിമേഷ്യക്ക് അവർക്ക് നൽകിയത് തന്നെ സ്ഥിരതയല്ല, മറിച്ച് കൂടുതൽ അസ്ഥിരതയും ദീർഘകാല യുദ്ധങ്ങളുമാണ്. കൂടുതൽ വിമാനവാഹിനി കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ അല്ല, മറിച്ച് കൂടുതൽ സംഭാഷണവും പരസ്പര ബഹുമാനവുമാണ് ഈ മേഖലയ്ക്ക് ആവശ്യമായി വന്നത്. സമാധാനത്തിനായിട്ട് ശബ്ദമുയർത്തുന്നത് ഇറാനെ പിന്തുണയ്ക്കാനല്ല, മറിച്ച് അമേരിക്കയുടെ യുദ്ധക്കൊതിയുടെ ഇരകളാകാൻ പോകുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. ആയുധങ്ങൾ വിറ്റഴിക്കുവാനും സ്വാധീനം ഉറപ്പിക്കുവാനും വേണ്ടിയിട്ട് അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യയിൽ തീക്കളി നടത്തി. അപ്പോൾ ഈ നയങ്ങൾ ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. സമാധാനത്തിന്റെ വേഷമണിച്ച് അമേരിക്ക നടത്തുന്ന ഈ ആയുധ വ്യാപനം പശ്ചിമേഷ്യയെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ലാഭത്തിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന അമേരിക്കൻ രീതി ലോകത്തിന് നൽകുന്നത് മറ്റൊരു അപകടത്തിന്റെ സൂചനയാണെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇറാനെ പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇവിടെ ഏത് വിധേനയുള്ള യുദ്ധം നടന്നാലും കുലുങ്ങുന്നതല്ല ഇറാന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇറാനെതിരെ ആയുധം ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാൻ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും. അപ്പോൾ അമേരിക്ക നടത്തുന്ന നെറികെട്ട തീക്കളിക്ക് വളരെ കൃത്യമായിട്ടുള്ള മിസൈൽ ആക്രമണ മറുപടിയാണ് ഇറാൻ നൽകുന്നത്. അപ്പോൾ ഇറാനെ തളയ്ക്കാൻ ശ്രമിച്ചാൽ അത് അവരുടെ തന്നെ കുഴികുത്തലിന് സമാനമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനെതിരെ നടത്തുന്ന ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് വരും ദിനങ്ങളിൽ ഇല്ലാതാകും, പകരം മറ്റു പലരും പുതുതായി വരികയും ചെയ്യും.